കാര്യം മനസ്സിലായല്ലോ, അത് മതി. നീയേ എന്റെ മരുമകനാന്ന് പറയുന്ന പോലെ എനിക്കിപ്പോ നാണക്കേട്. ഇതിനേക്കാൾ ഭേദം നീ എന്നങ്ങ് കെട്ടിത്തൂങ്ങി ചാവുന്നായിരുന്നു ഭേദം. അയ്യോ അല്ല, ഗിരി, പുതിയ കമ്പനി തുടങ്ങുന്നത് എനിക്കെതിരെയാണ്. അത് ഓർമ്മ വേണം. തോൽക്കാൻ ഒരിക്കലും മനസ്സില്ലാത്തവളായി ഈ വേദ. അത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്ന ആളായി ഗിരി. അതെടി, നിന്നെ തോൽപ്പിച്ച് പുതിയ ബിസിനസ് തുടങ്ങാൻ തന്നെയാ എന്റെ തീരുമാനം. നോക്കിക്കോ, എന്റെ പഴയ ക്ലയൻസിനെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. പുതിയ കമ്പനിയുടെ ഓപ്പണിംഗ് ഞാൻ ഗംഭീരമായിട്ട് നടത്തുകയും ചെയ്യും. നിന്നെ തകർക്കും ഞാൻ. ഒരു മുറിയിൽ ഒരുമിച്ചുറങ്ങിയിരുന്ന കാലത്ത് എന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത ആളാ ഗിരി. പിന്നെയാ ഇനി എന്നെ തോൽപ്പിക്കാൻ പോകുന്നത്. ഗിരിക്ക് അതിന് കഴിയില്ല. തോക്കോ ജയിക്കുമെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ഗിരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ കഴുത്തിൽ നിന്ന് ഗിരി പൊട്ടിച്ചെടുത്ത താലി എനിക്ക് തിരിച്ചു തരണം. അത് പൊട്ടിച്ചെടുക്കാൻ ഗിരിക്ക് അവകാശമില്ല. അത് മറ്റാരെക്കാളും അറിയാമായിരുന്നിട്ടും ഗിരി എന്തിനാ അത് പൊട്ടിച്ചെടുത്തത്? സ്വാതിക്ക് വേണ്ടി, നന്ദിനിക്ക് വേണ്ടിയാണെന്ന് അവളെ വിശ്വസിപ്പിക്കാൻ ഗിരിക്ക് കഴിഞ്ഞു. പക്ഷേ ചെയ്തത് സ്വാതിയെ രക്ഷിക്കാൻ വേണ്ടിയാ. സ്വാതിയുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാനാ ഗിരി ആ താലി എന്റെ കഴുത്തിന്ന് പൊട്ടിച്ചെടുത്തത്. അല്ലേ ഗിരി? സ്വാതിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മാരിയമ്മൻ കോവിലിൽ വെച്ച് നീൽ എന്റെ കഴുത്തി കെട്ടിയ താലി പൊട്ടിച്ചെടുക്കാൻ ഗിരിക്ക് എന്താ അധികാരം? നീലളിയം കിട്ടിയ താലിയ? അപ്പൊ ഇവർ രണ്ടുപേരും മാഡത്തിനെ താലി കെട്ടിയവരാണ്. ഇവളാര് ജൂനിയർ പാഞ്ചാലിയ? അപ്പൊ ഇനി ആളുണ്ടോ? അത് നിനക്കും എനിക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണ്. അത് വെച്ച് വിലപേശാൻ നിക്കല്ലേ വേദ. എന്റെ ഏട്ടത്തിയുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് പൊട്ടിച്ചെടുത്തത്. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ഞാൻ കെട്ടിയ താലി അഴിച്ചുവെച്ച് നീലി കെട്ടിയതാണെന്നും പറഞ്ഞ് ഒരു താലി സ്വയം കെട്ടി എന്നിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടന്നവളാ നീ. അതെ, അത് തന്നെയാ ഞാൻ ചെയ്തത്. ഗിരിയിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അന്നും ഇന്നും എന്നും എന്റെ മനസ്സിൽ ഒരു പുരുഷനേയുള്ളൂ. അത് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് ഗിരിക്ക് തന്നെയാ. ഗിരി, എനിക്ക് ആ താലി തിരിച്ചു തരണം. ഇല്ലെങ്കിൽ ഗിരിയോടുള്ള എന്റെ പെരുമാറ്റം ഇനി ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കില്ല. ഓർത്തോ രാജീവേ? അത് ശരി. അപ്പൊ ആ താലി പൊട്ടിച്ചതിന് പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടല്ലേ? നന്നായി ഗിരിയേട്ടാ. ഏട്ടത്തിക്ക് വേണ്ടി ഗിരിയേട്ടൻ അത് ചെയ്തതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. നന്ദിനി, നിന്നോട് ഞാനിത് പറയാതിരുന്നത് നീ ഏടത്തിയോട് പറയുമെന്ന് പേടിച്ചിട്ടാ. ഒരിക്കലും ഏടത്തിയത് അറിയരുത്. നീ എന്തിനാ ചിരിക്കുന്നത്? ചിരിക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് സന്തോഷിക്കാനുള്ളതൊക്കെ നിങ്ങളും വേദയും നേരത്തെ തന്നെ പറഞ്ഞു. അത് ഞാൻ കേൾക്കുകയും ചെയ്തു. ഞങ്ങൾ എന്തു പറഞ്ഞാ നീ പറയുന്നത്? അപ്പോ ഗിരിയേട്ടന്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ് ഈ നന്ദിനി തന്നെയല്ലേ? സന്തോഷിക്കാൻ ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം ഗിരിയേട്ട? ഗിരിയേട്ടന്റെ ജീവിതത്തിലെ രണ്ടാം മൂഴക്കാരി അല്ല ഈ നന്ദിനി, ഒന്നാം മൂഴക്കാരി തന്നെയാ ഞാൻ. ശരിയല്ലേ? ഉം. ഗിരിയേട്ട,
എനിക്ക് ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുനടന്ന ഒരു ഭാരം ഒഴിഞ്ഞ പോലെയാ. സന്തോഷായി ഗിരിയേട്ടാ. നന്ദിനി, ഇപ്പോഴാ ഗിരിയേട്ടനെ എനിക്ക് ശരിക്കും ഇഷ്ടമായത്. ഓഹോ, അപ്പൊ തനിക്കെന്നെ ഇതുവരെ ഇഷ്ടമല്ലായിരുന്നോ? ഒന്ന് പോ ഗിരിയേട്ടാ. ഗിരിയേട്ട് മുറിയിലിരിക്കെ, ഞാനിപ്പോ ചായ കൊണ്ടുവരാം. അയ്യോ അയ്യോ, എന്തു പറ്റി വേദേ? മാഡം, ഓഫീസിൽ നിന്ന് എനിക്ക് പഴംപൊരി തീറ്റയാണോ ജോലി? എടുത്ത് കളയടോ. അല്ല വേണ്ട. മാഡം, ഇതെന്താ? ഇത് നമ്മുടെ പഴയ ക്ലയൻസ് ക്ലോസ് ചെയ്ത എഗ്രിമെന്റ്സ് ആണ്. രാജീവ് എന്ത് ചെയ്തിട്ടായാലും ഇവരെ മടക്കി കൊണ്ടുവന്നേ പറ്റൂ. അത് വേണോ മാഡം? നമ്മൾ ഈ കമ്പനി നന്നാക്കാൻ വന്നല്ലോ. ക്ലയൻസ് എങ്ങോട്ട് പോയാലും നമുക്കൊന്നും ഇല്ലെന്നല്ലയോ മാഡം മുമ്പ് പറഞ്ഞിരുന്നത്? എന്റെ ആ അഭിപ്രായം ഞാനങ്ങ് മാറ്റി. ഇപ്പോ ഗിരി പുതിയ കമ്പനി തുടങ്ങിയില്ലേ? തുടങ്ങിയില്ല, ഇപ്പൊ ഉടനെ തുടങ്ങും. ഇവിടുന്ന് പോകുന്നവർ നേരെ പോയി സൈൻ ചെയ്യുന്നത് ഗിരിയുടെ പുതിയ കമ്പനിയുടെ കോൺട്രാക്റ്റിലായിരിക്കും. അത് ഞാൻ അനുവദിക്കില്ല. തിരിച്ചു കൊണ്ടുവരണോ അവരെ? കൊണ്ടുവന്നേ പറ്റൂ. ഇല്ലെങ്കിൽ അത് രാജീവിന്റെ കഴിവുകേടായിട്ട് എനിക്ക് കാണാൻ പറ്റൂ. ഈ ലിസ്റ്റിലുള്ള എല്ലാരും ഗിരിയളിയന്റെ കമ്പനിയായിട്ട് ബിസിനസ് ചെയ്യാൻ ധാരണയായി കഴിഞ്ഞു. തന്നെയൊക്കെ പിന്നെ എന്തിനു കൊള്ളാവടോ? എന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ തനിക്ക്? തന്റെ അമ്മ പറയുന്നത് പോലെ താനൊരു മണകൊണാഞ്ഞൻ തന്നെ. ഡോ, മര്യാദയ്ക്ക് ക്ലയൻസിനെ എല്ലാം തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ തന്റെ ജോലി തെറിപ്പിക്കും, പറഞ്ഞേക്കാം. ഒരു മാനേജർ വന്നിരിക്കുന്നു. ഇരുന്ന് തിന്നു മുടിക്കാനല്ലാതെ തന്നെ കൊണ്ട് എന്തിനു കൊള്ളാടോ? ഹലോ വൈശാഖി, എന്തുണ്ട് വിശേഷം? എന്തായി നിന്റെ ഗർഭം തെളിയിക്കൽ? ഓരോ തവണയും അവള് വിദഗ്ധമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കബഡികളിയിൽ അവളെ തകർക്കണം. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ സസ്പെൻഷൻ പിൻവലിച്ച് ജോയിൻ ചെയ്തിട്ട് വരുന്ന വഴിയാ. അതേ സ്ഥലത്ത് തന്നെ. ഹോ, ഇപ്പൊ എനിക്ക് സന്തോഷമായി. തിരിച്ചുടനെ കേറാൻ കഴിയുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എടി, നീ എന്നെക്കുറിച്ച് എന്താ കരുതിയത്? ഏത് സസ്പെൻഷനും മറികടക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഞാനൊരു എക്സ്പ്ലനേഷൻ എഴുതി കൊടുത്തു DGPക്ക്. എനിക്കൊരു തെറ്റ് പറ്റിയെന്ന്. അതിലെല്ലാം തീർന്നു. സമാധാനമായി വൈശാഖി, നീ ഉണ്ടല്ലോ എന്റെ കൂടെ. എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചതിനുള്ള പണിയെ നീലിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന് നീയും എന്റെ കൂടെ നിൽക്കണം. അതൊക്കെ നമുക്ക് നേരിൽ പറയാം. എനിക്ക് ഉടനെ നിന്നെ ഒന്ന് കാണണം. അതിനെന്താ, കാണാലോ. നീ വാ. ശരി. ദേ, തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എങ്ങനെയെങ്കിലും എന്റെ ക്ലയൻസിനെ, ഈ കമ്പനിയിൽ നേരത്തെയുള്ള ക്ലയൻസിനെ എനിക്ക് തിരിച്ചു കിട്ടണം. ഓ, അതിനി നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മാഡം. അവരുമായിട്ട് ഗിരിയളിയൻ ബിസിനസ് ഡീൽ വരെ നടത്തിയെന്നാ ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞത്. അളിയനെ പുകഴ്ത്താതെ താൻ തന്റെ ജോലി ചെയ്യാൻ നോക്കണോ? ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിന്നെടുത്ത് തോട്ടിക്കളയും. പിന്നെ അവളെ കളി എന്റെ അടുത്താ. അവൾ എന്നെ എടുത്ത് തോട്ടിക്കളയും പോലും. ആരെയാണ് എടുത്ത് തോട്ടിക്കളയെന്ന് ഞാൻ കാണിച്ചു തരാടി. ഇതൊന്നും നീ ഇതുവരെ എന്നോട് പറയാതിരുന്ന എന്താ? നിന്നോടൊന്നല്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറയണോന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷേ അറിയാതെ പറഞ്ഞുപോയി. ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ച നായികാനായകന്മാരൊക്കെ പണ്ട് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അടയാള മോതിരവുമായി അവരിൽ പലർക്കും അലഞ്ഞു തിരിയേണ്ടതായും വന്നിട്ടുണ്ട്. കാരണം അത് നൽകിയ ആൾ തന്നെ എല്ലാം മറന്നുപോയി. ആ കഥ നിന്റെ ജീവിതത്തിലും ആവർത്തിക്കുകയാണോ? നീൽ അതൊന്നും മറന്നുപോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സ്വാതി നീലിനെ ആകെ മാറ്റിമറിച്ചു കളഞ്ഞു. ആ താലി കഴുത്തിലിട്ട് കാണുമ്പോഴെങ്കിലും നീൽ ഓർക്കട്ടെ എന്ന് കരുതിയാ ഞാനത് കഴുത്തിലിട്ട് നടന്നത്. പക്ഷേ കണ്ടിട്ടും നീലത് കണ്ട ഭാവം നടിച്ചില്ല.
ഗിരി അത് പൊട്ടിച്ചെടുത്തപ്പോ നീലുള്ളിൽ സന്തോഷിക്കായിരുന്നിരിക്കണം. അതിബുദ്ധിശാലിയാ നീൽ. പാവം ഗിരി അവനിപ്പോഴും കരുതിയിരിക്കുന്നത് അവൻ പണ്ട് കെട്ടിയ താലിയാണെന്നാ. എന്തൊരു വിരോധാഭാസം. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചതെല്ലാം ഇതേ വിരോധാഭാസം തന്നെയാ വൈശാഖി. പക്ഷേ എനിക്കതിൽ നിന്ന് ഒരു മോചനം കൂടിയേ തീരൂ. നീലിന്റെ ജീവിതത്തിലേക്കൊരു മടക്കയാത്ര. ബോബിച്ചാന്റെ സിനിമ തീരുന്ന ദിവസം ഞാൻ അവിടെ ഒരു ഗെയിം കളിക്കും. നീലിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരിക്കും അത്. അപ്പൊ സ്വാതിക്കോ? അത് പിന്നെ പറയാനുണ്ടോ? ആ ദിവസം അവള് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. വേദേ, സ്വാതിയുടെ പ്രഗ്നൻസി കളവാണെന്ന് തെളിയിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ പിന്നീടങ്ങോട്ടുള്ള നീലിന്റെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ തന്നെയാ ഞാനും. കബഡികളിയിൽ സ്വാതിയുടെ പ്രഗ്നൻസി കളവാണെന്ന് തെളിയും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സ്വാതിയെ കബഡികളിയിൽ ഇറക്കാനുള്ള തന്ത്രങ്ങളുമായി ആ വിമൻസ് ഫോറത്തിന്റെ ആളുകൾ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും. കലാശക്കളി തുടങ്ങിക്കഴിഞ്ഞു വൈശാഖി. നിങ്ങൾ എന്താ ഇത്ര ലേറ്റ് ആയത്? ഞാൻ ഇത്ര നേരമായിട്ട് കാത്തിരിക്കുക. സ്വാതി അകത്തില്ലേ? അവൾ അകത്ത് തന്നെയുണ്ട്. ദേ, ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷെ വിടാതെ പിടിച്ചോണം. അല്ല, ഗർഭിണിയാണെങ്കിൽ പിന്നെ സ്വാതി കളിക്കാൻ ഇറങ്ങുമോ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ രണ്ടുപേരും അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഇതെന്താ കൊച്ചമ്മമാർ ഈ വഴിക്ക്? ഗൗരിയേച്ചി അവരോട് എന്താണാവോ സംസാരിക്കുന്നത്? ഇനി വല്ല പിരിവോ ആണോ? നിങ്ങൾ വാ വാ. എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടല്ലോ. ഗൗരിയേച്ചി എന്തിനാ അവര് വന്നപ്പോ തന്നെ സംസാരിച്ചത്? എന്തായാലും കൊച്ചമ്മമാര് വന്നത് എന്തിനാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതാരൊക്കെയാ? ആ, നന്ദിനിയോ? സ്വാതി എവിടെ? ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു. വിമൻസ് ഫോറത്തിന്റെ മീറ്റിങ്ങിനൊന്നും ഇപ്പൊ നന്ദിനി വരാത്തെന്താ? ഓ, അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലല്ലേ വരേണ്ടത്. സ്വാതി ഒന്ന് വിളിക്കോ? ഞങ്ങൾ വന്നിരിക്കുന്നു പറഞ്ഞാൽ മതി. വാർഷികം നടത്തുന്നതിന് ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അതെന്താ ഞാനുമായിട്ട് ആലോചിക്കാൻ? അല്ല, സാധാരണ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയാറാണല്ലോ പതിവ്. അതൊന്നും മനഃപൂർവ്വമല്ല. പക്ഷെ ഇക്കാര്യത്തിൽ സ്വാതിയുടെ അഭിപ്രായം കൂടി അറിയണം. പറയാ, എന്താ നിങ്ങൾ വന്നേ? എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നമ്മുടെ വുമൻസ് ഫോറത്തിന്റെ വാർഷികം ഉടനെ നടത്താൻ കഴിഞ്ഞ കമ്മിറ്റിയിൽ തീരുമാനിച്ചത് സ്വാതി അറിഞ്ഞു കാണും. ഇത്തവണ നമ്മള് കുറച്ച് വിശാലമായിട്ട് നടത്താനാ തീരുമാനം. ആരുടെ തീരുമാനം? അത് കമ്മിറ്റിയുടെ തീരുമാനമാണ്. അന്ന് സ്വാതി വരാത്തത് കൊണ്ടാ വിവരം പറയാൻ ഞങ്ങൾ നേരിട്ട് വന്നത്. ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സ്വാതിയാ. എല്ലാത്തിനും സ്വാതി മുന്നിൽ നിന്നാലേ ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ. ഞാൻ മുന്നിൽ നിൽക്കാനോ? എന്തിന്? എന്തിന്റെ കാര്യം നന്ദിനി ഇവരീ പറയുന്നത്? നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. വന്നപ്പോഴേ ഏട്ടത്തിയെ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഏട്ടത്തി വരികയും ചെയ്തു. അല്ല, ഇത്തവണ എന്താ നിങ്ങളുടെ പ്ലാൻ? എന്തൊക്കെയാ വാർഷികത്തിന് സംഘടിപ്പിക്കാൻ പോകുന്ന ഗെയിമുകൾ? ഇത്തവണ ഒരു വലിയ കബഡികളി മത്സരം നടത്താനാ കമ്മിറ്റിയുടെ തീരുമാനം. ഈ അഖില കേരള കബഡികളി മത്സരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. കബഡികളി മത്സരോ? ആ, അതെ, വിമൻസ് കബഡി. ആഹാ, അത് കൊള്ളാം. കബഡികളി മത്സരം നടത്തുന്നതിന് നിങ്ങൾ എന്തിനാ ഏട്ടത്തെ കാണാൻ വരുന്നത്?
കാര്യങ്ങൾ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അതല്ല നന്ദിനി, ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന ആളാ സ്വാതി. ഈ കബഡികളി മത്സരത്തിലും സ്വാതി വേണം മുന്നിൽ നിൽക്കാൻ. അത് പറയാനാ ഞങ്ങൾ വന്നത്. ഓ അത് ശരി, അപ്പൊ അതാണ് ഉദ്ദേശം. ഉറപ്പായിട്ടും ഇതിന് പിന്നിൽ ഗൗരി ചേച്ചിയും വേദിയും തന്നെയായിരിക്കും. കബഡികളി മത്സരത്തില് സ്വാതിയുടെ നേതൃത്വത്തില് ഒരു ടീമിനെ ഇറക്കണം. കഴിഞ്ഞ ഓണത്തിന് വടംവലി മത്സരത്തിന് കപ്പ് നേടിയത് സ്വാതിയല്ലേ? ആ അതെ. ഇത്തവണ കബഡികളി മത്സരത്തിലും സ്വാതിയുടെ ടീം തന്നെ 1ാം സ്ഥാനം നേടണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അയ്യോ അത് പറ്റില്ല. ഇത്തവണ മത്സരത്തിനിറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സ്വാതിയേട്ടത്തി ഗർഭിണിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലേ? ആണോ? അതുകൊള്ളാലോ. നീലിനും സ്വാതിക്കും കുഞ്ഞുണ്ടാകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സ്വാതി മത്സരത്തിനില്ലെങ്കിൽ കളിക്ക് ഒരു ഉത്സാഹം ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാ, ഏട്ടത്തി ഗർഭിണിയായി പോയില്ലേ? ഈ അവസ്ഥയില് കബഡി കളിക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയില്ല. അതെ, ഇത് നിങ്ങൾക്കും കൂടി പ്രയോജനമുള്ള കാര്യം. ഒരുമിച്ച് നിന്നാ കുറച്ച് കാശ് കയ്യിലിരിക്കും. എന്താ അത് വേണ്ടേ? പിന്നെ വേണ്ടേന്നോ? അതുകൊള്ളാം. ക്ലബിന് ഫണ്ടുണ്ടാക്കാനുള്ള ഒരു പരിപാടിയെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ കൂടി ആലോചിച്ചതേ ഉള്ളൂ. ആ അവസരമാ ഇപ്പൊ ദേ വേദയുടെ രൂപത്തില് മുന്നിൽ നിൽക്കുന്നത്. വേദ പറയുന്നത് പോലെ അങ്ങോട്ട് ചെയ്താ മതി, പിന്നെ കാശ് കയ്യിലോട്ട് വരും. മത്സരത്തിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ സ്വാതിയെ ഇറക്കണം. അല്ല വേദേ, സ്വാതിക്കിപ്പോ വിശേഷമല്ലേ? അവള് ഗർഭിണിയാണെന്ന കാര്യം ഞങ്ങളുടെ ക്ലബിലെ എല്ലാരും അറിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയില് കബഡി കളി എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കില്ല. നടത്തണം. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്ത് വന്നാലും മത്സരത്തിന് ഞങ്ങൾ സ്വാതി ഇറക്കും, ഉറപ്പ്. സ്വാതി ഒഴിഞ്ഞു മാറരുത്. എങ്ങനെയെങ്കിലും സ്വാതി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. സ്വാതി ഇല്ലെങ്കിൽ മറ്റാർക്കും ഒരു ഉത്സാഹവും കാണത്തില്ല. സ്വാതിക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ മത്സരത്തിന് സ്വാതിയുടെ പേരിലൊരു ടീമിനെ ഇറക്കിക്കൂടെ? അത് ശരി. അപ്പൊ കൊച്ചമ്മമാര് രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. ചുമ്മാതല്ല, ഗൗരിയേച്ച് പുറത്തു ചെന്ന് ഇവരോട് സംസാരിച്ചത് ഇത് തന്നെയായിരിക്കും. അപ്പൊ കബഡി കളി അവരുടെ ബുദ്ധിയാണ്. സ്വാതി കളിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ ടീമിന്റെ കാര്യത്തിൽ സ്വാതി സമ്മതിച്ചേ പറ്റൂ. അതാവുമ്പോ വെളിയിൽ നിന്ന് കൈയടിച്ചു കൊടുത്താൽ മതി. എന്തു പറയുന്നു സ്വാതി? ഇതിലെന്താ ഇപ്പൊ ഇത്രയ്ക്ക് ആലോചിക്കാൻ? സ്വാതിയുടെ ടീം ഉണ്ടായേ പറ്റൂ. ഇതൊരു പണിയാണല്ലോ. ഇത് പൊളിക്കാനിപ്പോ എന്താ ചെയ്യാ? ഏട്ടത്തി, ഞാനിപ്പോ വരാവേ. നിങ്ങൾക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ? അയ്യോ ഒന്നും വേണ്ട. നന്ദിനി സ്വാതിയെ കൊണ്ട് ഇതൊന്ന് സമ്മതിപ്പിച്ച് തന്നാ മതി. ആ നോക്കാം, ഞാനിപ്പോ വരാവേ. കമ്മിറ്റിയിൽ എല്ലാരും കൂടി ഏകകണ്ഠേനായിട്ടാ സ്വാതിയുടെ ടീം വേണമെന്ന് പറഞ്ഞത്. ഞങ്ങളെ നിരാശരാക്കരുത് സ്വാതി. ഇത് വെറുമൊരു മത്സരം മാത്രമല്ല, ഒരു ചാരിറ്റി പ്രവർത്തനം കൂടിയാ. ചാരിറ്റിയോ? എന്ത് ചാരിറ്റി? നമ്മുടെ ക്ലബ്ബ് മെമ്പറായ വിലാസിനി ചേച്ചിയെ സ്വാതി അറിയില്ലേ? ആ അറിയും. അവർക്ക് ക്യാൻസറാ. കീമോ എടുത്തോണ്ടിരിക്കുക ഇപ്പോ. സാമ്പത്തികമായി അവരെ സഹായിക്കാൻ കൂടിയാ ഈ കബഡികളി മത്സരം വെച്ചിരിക്കുന്നത്. സ്വാതിയും കൂടി ഇറങ്ങിയാലേ അത് നടക്കൂ. വിളിച്ച ആരവിടെ വന്നേക്കുന്നേ? അത് പറയാനാ ഞാൻ വന്നത്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ കാര്യം? വിളിച്ച് നിങ്ങൾ വന്നേ. നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് ഈ മത്സരത്തിന് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല സ്വാതി. കബഡികളിയുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരാള് സ്വാതി മാത്രമാ. കബഡികളി സ്പോൺസർ ചെയ്യാൻ ചില ഗ്രൂപ്പുകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്വാതി ഞങ്ങളോടൊപ്പം ഉണ്ടായേ പറ്റൂ. കളിക്കാൻ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, പക്ഷേ സ്വാതിയുടെ പേരിൽ ഒരു ടീമിനെ ഇറക്കിയേ പറ്റൂ. അത് പറ്റില്ല. സ്വാതി മോളുടെ ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ കബഡി കളിക്കാൻ പോയിട്ട് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അങ്ങനെ പറയരുത് സാർ. ഇതൊരു ചാരിറ്റി പ്രവർത്തനം കൂടിയാ. ക്ലബിലെ മെമ്പർ വിലാസിനി ചേച്ചിയുടെ ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഫണ്ട് ശേഖരിക്കാൻ കൂടിയാ ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാതി കബഡി കളിക്കണമെന്നില്ല, പക്ഷേ ഒരു ടീമിനെ ഇറക്കിയാ മതി സ്വാതിയുടെ പേരില്.
എന്തായാലും സ്വാതിയുടെ ടീം ഉണ്ടായേ പറ്റൂ. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കബഡി കളിക്കാനുമില്ല, ടീമിനെ ഇറക്കാനും ഇപ്പൊ സ്വാതി വിടാൻ പറ്റില്ല. നിങ്ങൾ പ്ലീസ് പോവാൻ നോക്ക്. ഇല്ല സ്വാതി, കാത്തിരുന്ന് കിട്ടിയൊരു കുഞ്ഞാ നിന്റെ വയറ്റില്. അതിനൊരു പോർല് പോലും ഏൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സാർ ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇതിലിനി ആലോചിക്കാനൊന്നുമില്ല. കബഡി കളിക്ക് സ്വാതി വിടാൻ പറ്റില്ല. ഇനി ഇതിനു വേണ്ടി ഒരു ചർച്ചയ്ക്ക് ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. സ്വാതി എന്ത് പറയുന്നു? എനിക്ക് പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ല. തൽക്കാലം അച്ഛൻ പറയുന്നത് കേൾക്കാനാണ് എന്റെ തീരുമാനം. അതാ ശരി. ഈ വല്ലിച്ചൻ ഇതെല്ലാം കൂടി നശിപ്പിക്കും. അവളെ കബഡിക്ക് വിടാൻ വല്ലിച്ചൻ എന്താ? സ്വാതി കളിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും?